الرحمن الرحيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മിയുടെ നാനാർത്ഥങ്ങൾ. The versatile meaning of, the multifaceted meaning of ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത്യുദാരനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ വേദമാകുന്നു ഇത്. കരുണ കാണിക്കണം, ഒരിക്കലും അഹങ്കാരിയാകരുത്. അങ്ങനെ എല്ലാ നല്ല ഗുണങ്ങളുടെയും ഉറവിടമായ ഒരു നല്ല ഹൃദയം സ്വന്തമാക്കണമെന്ന് മാനവരാശിയെ നിരന്തരം ഓർമ്മപ്പെടുത്തുന്ന അല്ലാഹുവിൻ്റെ വേദമാകുന്നു ഈ ഖുർആൻ. കരുണ കാണിക്കാനും സ്നേഹവും പ്രണയവും പ്രകടിപ്പിക്കാനും അറിവ് നേടാനും ശാസ്ത്രബോധമുള്ളവനാകാനും സത്യസന്ധനാവാനും സഹായ സഹകരണങ്ങൾ ചെയ്യാനും മാനവരാശിയെ ഒരു കുടുംബമായി കണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ബാധ്യസ്ഥനായ, അങ്ങനെ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാകാൻ അഥവാ അള്ളാഹുവിൻ്റെ ഖലീഫയാകാൻ ബാധ്യസ്ഥനായ, അഥവാ ഖുർആൻ എന്ന ഭരണഘടനയോടെ ജീവിക്കുന്ന മാതൃകയാകാൻ ബാധ്യസ്ഥനായ അള്ളാഹുവിൻ്റെ വേദമാകുന്നു ഞാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആൻ ഒരു മതഗ്രന്ഥമല്ല, അതൊരു ശാസ്ത്രഗ്രന്ഥവുമല്ല. കാരുണ്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ, അഥവാ മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ, മാനവികതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമീമാംസയാണത്. ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു സമൂഹം എങ്ങനെയായിരിക്കണം, ഒരു ജനാധിപത്യ സർക്കാർ എങ്ങനെയായിരിക്കണം എന്നതു മാത്രമാണ് അതിൻ്റെ പ്രഥമവും പ്രധാനവുമായ പ്രമേയം. സമാധാന ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ മനസ്സു നന്നാക്കുക, അറിവു നേടുക, കർമ്മം ചെയ്യുക എന്നതാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന 3 ധർമ്മപാഠങ്ങൾ. മനസ്സു നന്നാക്കുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ പ്രഥമവും പ്രധാനവുമായ ധർമ്മം. കാരണം കാരുണ്യമുള്ള ഒരു മനസ്സിൽ നിന്നാണ് എല്ലാ നല്ല ഗുണങ്ങളും ഉയർന്നു വരുന്നത്. നിങ്ങളുടെ മനസ്സിൽ അസൂയയും പകയും അഹങ്കാരവും ഒന്നുമില്ലെങ്കിൽ, നിങ്ങളുടെ മനസ്സ് കാരുണ്യവും സ്നേഹവും പ്രണയവും നിറഞ്ഞതാണെങ്കിൽ, നിങ്ങൾ കാരണം ഒരാളും അപമാനിക്കപ്പെടുകയില്ല, നിങ്ങൾ ഒരാളെയും ഉപദ്രവിക്കില്ല, നിങ്ങൾ ഒരാളോടും അക്രമമോ അനീതിയോ ചെയ്യില്ല. അപ്പോൾ നീതിയുടെയും സത്യസന്ധതയുടെയും ഉറവിടം കാരുണ്യമുള്ള ഒരു മനസ്സാണ്. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ, നിങ്ങൾ ഒരാളെ പ്രണയിക്കുമ്പോൾ, നിങ്ങളുടെ കാമുകിക്കു വേണ്ടി, നിങ്ങളുടെ ഭാര്യയ്ക്കു വേണ്ടി, നിങ്ങളുടെ ഭർത്താവിനു വേണ്ടി, നിങ്ങളുടെ മകൾക്കു വേണ്ടി, നിങ്ങളുടെ മകനു വേണ്ടി, നിങ്ങളുടെ ഉമ്മക്കു വേണ്ടി, നിങ്ങളുടെ പിതാവിനു വേണ്ടി കർമ്മം ചെയ്യാൻ നിങ്ങൾ സദാ സന്നദ്ധനാകുന്നു. അപ്പോൾ കർമ്മബോധത്തിൻ്റെ അടിസ്ഥാനം കാരുണ്യമുള്ള പ്രണയാർദ്രമായ ഒരു ഹൃദയമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കർമ്മം ചെയ്യാൻ അറിവ് ആവശ്യമാണ്. നന്നായി അറിയുന്നവർ നന്നായി കർമ്മം ചെയ്യുന്നു എന്നാണല്ലോ ആപ്തവാക്യം. അപ്പോൾ വിജ്ഞാനദാഹവും ശാസ്ത്രബോധവുമൊക്കെ ഒരു നല്ല ഹൃദയത്തിൻ്റെ, കരുണാർദ്രമായ ഹൃദയത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ചുരുക്കത്തിൽ നമ്മുടെ വൈജ്ഞാനികവും സാംസ്കാരികവുമായ നിലനിൽപ്പിൻ്റെയും ഉയർച്ചയുടെയും പുരോഗതിയുടെയും അടിസ്ഥാനമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹദ് വചനം. ദൈവം സ്നേഹമാകുന്നു എന്ന ബൈബിൾ വചനത്തിൻ്റെയും പ്രണയിക്കുന്നവരെ കൊല്ലരുത് എന്ന ഹൈന്ദവ ധർമ്മത്തിൻ്റെ ആകത്തുകയായ മാനിഷാദ എന്ന മഹദ് വചനത്തിൻ്റെയും ആവർത്തനം മാത്രമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഖുർആൻ വചനം. ചുരുക്കത്തിൽ ഖുർആനും മുഹമ്മദ് നബിയും ഖുർആൻ വേദഗ്രന്ഥത്തിലൂടെ ആവർത്തിച്ചാവർത്തിച്ച് പഠിപ്പിക്കുന്ന ഈ 6 പാഠങ്ങളാണ്, ഈ 6 ഈമാൻ കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ സമാധാന ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ മനസ്സമാധാനത്തിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെ, ലോകസമാധാനത്തിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെ. അതായത് 1. കരുണ കാണിക്കുക, അഥവാ കാരുണ്യവും സ്നേഹവും ഔദാര്യവും പ്രകടിപ്പിക്കുക. 2. അറിവ് നേടുക, അഥവാ വിദ്യാഭ്യാസമുള്ളവനാകുക, ശാസ്ത്രബോധമുള്ളവനാകുക. 3. കർമ്മം ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. 4. സഹായ സഹകരണങ്ങൾ ചെയ്യുക. 5. സത്യവും നീതിയും മുറുകെ പിടിക്കുക, അഥവാ
സത്യസന്ധനാകുക. 6. ജാതി മത ഗോത്ര ചിന്തകൾക്കതീതമായി മാനവരാശിയെ ഒരു കുടുംബമായി കാണുക. മനസ്സു നന്നാക്കുക അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം മുറുകെ പിടിച്ച് ജീവിക്കുക എന്നതാണ് മനുഷ്യന്റെ പ്രഥമവും പ്രധാനവുമായ ധർമ്മം. ഖുർആൻ പഠിക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി ഖുർആനും നബിയും മുന്നോട്ടു വെക്കുന്ന ഈ 6 ധാർമ്മിക പാഠങ്ങളെ നമുക്ക് 10 കൽപ്പനകളായും അവതരിപ്പിക്കാം. അതായത്: 1. അഹങ്കാരിയാകരുത്. 2. അജ്ഞാനിയാകരുത്. 3. അലസനാകരുത്. 4. അത്യാഗ്രഹിയാകരുത് അഥവാ പിശുക്കനും ധാരാളിയുമാകരുത്. 5. അക്രമവും അനീതിയും ചെയ്യരുത്. 6. വിധിയിൽ വിശ്വസിക്കരുത്. 7. മതഭ്രാന്തനോ ഗോത്രഭ്രാന്തനോ ആകരുത്. 8. ചിന്തിക്കാൻ മടിക്കരുത്. 9. ശാസ്ത്രവിരുദ്ധനാകരുത്. 10. അള്ളാഹുവിൻ്റെ ഖലീഫയാണ് നീ. ഖുർആൻ എന്ന ദൈവിക ഭരണഘടനയുടെ പ്രതിനിധിയാണ് നീ. 10 കൽപ്പനകളുടെ ജീവിക്കുന്ന മാതൃകയാവേണ്ടവനാണ് നീ എന്ന കാര്യം മറക്കരുത്. അഥവാ 10 കൽപ്പനകൾ മുറുകെ പിടിച്ച് സമാധാന ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ 6 ഈമാൻ കാര്യങ്ങൾ മുറുകെ പിടിച്ച് ധർമ്മബോധത്തിൻ്റെ ആകത്തുകയായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വേദവചനം മുറുകെ പിടിച്ച്, ഖുർആൻ എന്ന ഭരണഘടന മുറുകെ പിടിച്ച് സ്വലാത്തിലൂടെ, സിയാമിലൂടെ, വ്രതാനുഷ്ഠാനത്തിലൂടെ, ഹജ്ജിലൂടെ, സക്കാത്തിലൂടെ, ഷഹാദത്തിലൂടെ ഖുർആൻ എന്ന ദൈവിക ഭരണഘടന മുറുകെ പിടിച്ച് അള്ളാഹുവിൻ്റെ പ്രതിനിധിയാവാൻ ബാധ്യസ്ഥനായ വ്യക്തിയാണ് നീ എന്ന കാര്യം മറക്കരുത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചുരുക്കത്തിൽ ഖുർആൻ എന്ന വേദഗ്രന്ഥം നമുക്ക് 10 കൽപ്പനകളായി, 10 ധർമ്മപാഠങ്ങളായി അവതരിപ്പിക്കാം. അതിനെ 6 ധാർമ്മിക പാഠങ്ങളായും 6 ഈമാൻ കാര്യങ്ങളായും അവതരിപ്പിക്കാം. അതിനെ ഖുർആൻ എന്ന ഭരണഘടനയെ ആ 10 കൽപ്പനകളുടെ, ആ 6 ധാർമ്മിക പാഠങ്ങളുടെ പ്രായോഗിക രൂപമായ 5 ഇസ്ലാം കാര്യങ്ങളായും ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളായും അവതരിപ്പിക്കാം. ഖുർആൻ എന്ന വേദഗ്രന്ഥത്തെ ഖുർആനും നബിയും മുന്നോട്ട് വെക്കുന്ന എല്ലാ ധാർമ്മിക പാഠങ്ങളുടെയും ആകെത്തുകയായ, ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിൻ്റെ സത്തയായ, ഈ ഭൂമിയിൽ വന്നുപോയതായ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സത്തയായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരൊറ്റ വചനമായും നമുക്ക് ഓർത്തുവെക്കാം. ഖുർആൻ എന്ന ഭരണഘടനയിലെ ഏതൊരു അധ്യായം വായിക്കുമ്പോഴും, ഏതൊരു പേജ് വായിക്കുമ്പോഴും, ഏതൊരു വചനം വായിക്കുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹദ് വചനത്തിൻ്റെ അർത്ഥവും ആശയവും ഓരോ അനുവാചകനും ഓർത്തിരിക്കണം. എങ്കിൽ മാത്രമേ 30ഓളം ഗോത്രങ്ങളും വർഗങ്ങളുമായി പരസ്പരം യുദ്ധം ചെയ്തു ജീവിച്ചിരുന്ന ഒട്ടകങ്ങളുടെയും മുയലിൻ്റെയും മേച്ചിൽ സ്ഥലങ്ങളുടെയും വെള്ളത്തിൻ്റെയും പേരിൽ ഉടലെടുക്കുന്ന കൊച്ചു കൊച്ചു തർക്കങ്ങളുടെ പേരിൽ കൊലവിളി നടത്തിയും ശണ്ട കൂടിയും യുദ്ധം ചെയ്തും കൂട്ടക്കൊല നടത്തിയും നരകീയ ജീവിതം നയിച്ചിരുന്ന, ഒരു നേരത്തെ ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി തൊട്ടടുത്ത ഗോത്രങ്ങളെ വരെ ആക്രമിച്ചിരുന്ന അറേബ്യൻ ഗോത്രങ്ങളെ സൗദി അറേബ്യ എന്ന വിശാലമായ മരുഭൂമിയിൽ അങ്ങിങ്ങായി ചിന്നിച്ചിതറി കിടക്കുന്ന മരുപ്പച്ചകളിൽ നാൽക്കാലികളെപ്പോലെ യാതൊരു ദിശാബോധവുമില്ലാതെ ആടുമാടുകളെപ്പോലെ നരകീയ ജീവിതത്തിൽ കഴിഞ്ഞിരുന്ന പരസ്പരം ശത്രുക്കളായിരുന്ന അറേബ്യൻ ഗോത്രങ്ങളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരൊറ്റ മാന്ത്രിക വചനത്തിൽ ഏകീകരിച്ച മുഹമ്മദ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായ ദൈവദൂതൻ്റെ അന്നത്തെ അറേബ്യയെ ഒരു സ്വർഗഭൂമിയാക്കി മാറ്റിയ മുഹമ്മദ് എന്ന ദൈവദൂതൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.